ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ശങ്കറിനെ നഴ്സറി വിട്ടിട്ട് ഞങ്ങൾ നേരെ തിരുവല്ലയ്ക്ക് വിട്ടു കേട്ടോ. അച്ഛൻ്റെ അപ്പൂപ്പനെയും അമ്മമ്മയും കാണാനാണേ. ഞങ്ങളെ നോക്കി അപ്പൂപ്പൻ എല്ലാവരും വാതൊക്കെ തന്നെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പൂപ്പൻ ജ്യോതിഷവും കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. അപ്പം അപ്പൂപ്പൻ്റെ ചോറ് കൊടുക്കുന്ന ഡേറ്റോടെ എടുക്കണമായിരുന്നു. വയ്യാതിരിക്കുമായിരുന്നു അപ്പൂപ്പൻ. അപ്പോൾ അപ്പൂപ്പനെ അമ്മമ്മയെ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നത്. അപ്പൂപ്പൻ കുഞ്ഞിനോട് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ സമയം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. ശങ്കറിനെ ആണെങ്കിൽ വിളിക്കണമായിരുന്നു. തിരിച്ചു വന്നപ്പോൾ തിരുമൂലപുരത്തൊരു ഒരു പായസക്കട കണ്ടു. സുരേഷേട്ടൻ പറഞ്ഞിട്ട് ഞങ്ങൾ അറിഞ്ഞത് നമ്മുടെ സിനിമയുടെ MG സോമനല്ലേ, സോമൻ്റെ മകൻ നടത്തുന്ന കടയാണ് മധുരം പായസക്കട. ഇന്നത്തെ സ്പെഷ്യൽ അടപ്രഥമനും ക്യാരറ്റ് പായസമായിരുന്നു. ഞങ്ങളാണെങ്കിൽ ആദ്യമായിട്ട് അവിടെ കയറുന്നത്. അപ്പം ഞാനും അച്ഛനാണെങ്കിൽ പ്രഥമനും അമ്മു ക്യാരറ്റ് പായസം വാങ്ങിച്ചു കേട്ടോ. പക്ഷേ ക്യാരറ്റ് പായസമായിരുന്നു സൂപ്പർ. ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ സൂപ്പറായിരുന്നത് ക്യാരറ്റ് പായസം കേട്ടോ. പ്രഥമനേക്കാളും സൂപ്പറായിട്ടുണ്ടായിരുന്നു. അച്ചു പിന്നെ അതാ കുടിച്ചത്. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അമ്മയ്ക്കൂടെ വാങ്ങിച്ചോണ്ട് പോയായിരുന്നു. അപ്പം ഞങ്ങൾ പായസമൊക്കെ കുടിച്ച് നല്ല അടിപൊളി പായസമായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി പായസമായിരുന്നു. ആദ്യം കൊള്ളത്തില്ലെന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പോൾ ഇതിൻ്റെ സ്പോട്ട് വരുന്നത് നമ്മുടെ തിരുമൂലപുരമാണ്. തിരുവല്ല CBI റെസ്റ്റോറൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. ഞങ്ങൾ വൈകിട്ട് QRS വരെ പോയിട്ടുണ്ടായിരുന്നു. വീട്ടിലെ TV കേടായിട്ട് 2-3 ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പഴയ TV ആയിരുന്നു. അപ്പോൾ പുതിയ ഒരെണ്ണം വാങ്ങിക്കാമെന്ന് കരുതി. ശങ്കറിനും വഴക്ക്, അവന് കാർട്ടൂണൊന്നും കാണാൻ പറ്റത്തില്ല. അതുപോലെ പിന്നെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾക്കും ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ സീരിയലൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഹയറിൻ്റെ ആണെങ്കിൽ 32 സൈസ് വാങ്ങിക്കാമെന്ന് കരുതി. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ TVക്കൊക്കെ 2 ഇയർ 1 ഇയർ വാറണ്ടിയൊക്കെ അല്ലേ പറയുന്നുള്ളൂ. അവർ ഞങ്ങൾക്ക് അതിനെപ്പറ്റി പറഞ്ഞു തരുക. അപ്പം ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച TV. അത്യാവശ്യം ഓഫറൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ചെങ്ങന്നൂർ QRSലാണ് പോയത്. ബില്ലൊക്കെ അടിക്കാൻ കൊടുത്തു. അച്ഛന് അവരോട് അങ്ങോട്ട് പോയി. അപ്പം ഞാനും അച്ഛൂടെ അവിടുത്തെ സാധനങ്ങളൊക്കെ നോക്കുമായിരുന്നു. വിലയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പെൺപിള്ളേരല്ലേ, കടയിൽ കയറിയാൽ എല്ലാം നോക്കുകയും പ്രൈസൊക്കെ നോക്കില്ല, എന്തിനു വാങ്ങിക്കണം, അമ്മയോട് ചെന്ന് എന്തൊക്കെ പറയണം. അപ്പം ഞങ്ങളെല്ലാം നോക്കി. അവർ വൈകിട്ട് വീട്ടിൽ TV എത്തിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്